ഫ്രണ്ട്സ്, നമ്മളിന്ന് ഷൗക്കയിലെ മൗണ്ടൻ ഹൈക്കിങ് ചെയ്യുകയാണ്. ചെറിയ മൗണ്ടനാണ്, അറൗണ്ട് 250 മീറ്റേഴ്സാണ് നമ്മൾ ക്ലൈം ചെയ്യുന്നത്. സോ ഇവിടെ ഒരു മാപ്പ് ഉണ്ട്, കംപ്ലീറ്റ് വാദി ഷൗക്കയുടെ റൂട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓരോ പോയിന്റ്സ് കാണിക്കുന്നുണ്ട്, ഡാം കാണിക്കുന്നുണ്ട്, വണ്ടർ റിട്രീറ്റ് സെൻറ്റർ കാണിക്കുന്നുണ്ട്, വാദി ഷൗക്ക പൂൾസ് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. എൻ്റെ കൂടെ സുരക്ഷേട്ടനുണ്ട്. ഞങ്ങൾ ചെറിയൊരു ഹൈക്കിങ്ങിന് ഇറങ്ങിയാണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹോൾട്ടാണിത്. ഇനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഓൾമോസ്റ്റ് 2 hours ഒരു സൈഡ്, 2 സൈഡ് വരുമ്പോൾ 4 hours ഒരു ജേർണിയാണ്. Yeah, beautiful. എന്താ വഴി നോക്കി, നല്ല സൂപ്പർ വഴിയല്ലേ. ഈ ചെടി കണ്ടോ നിങ്ങൾ? നല്ല ഈ ഡെസേർട്ടിലായാലും മൗണ്ടനിലായാലും പച്ചക്കളറുള്ള ഇത്. ദ പ്ലേസ് ഫോർ ദിസ് പ്ലേസ്, ദ ഓവറോൾ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 150-200 മീറ്റേഴ്സ് ആയി കാണും. ഇല്ല, ഈ ഗ്രാവൽസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഷൂ കുറച്ച് തെന്നും. ഒരു പൊസിഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഓൾമോസ്റ്റ് 450 മീറ്റേഴ്സ് ഹൈറ്റുള്ള ഒരു മെയിൻ മൗണ്ടനാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. എൻ്റെ കൂടെ ഒരു 5-6 പേരുണ്ട്. ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നേക്കുന്നത്. ഇതിനകത്തുള്ളവർ എല്ലാവരും അത്യാവശ്യം എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഹൈക്ക് ചെയ്യുന്നത്. ആ ആളാണ് നമ്മുടെ ലീഡർ. പുള്ളിക്കാരൻ നമ്മളെ ഗൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. ഒരു 7:15 സമയം. സൺ റൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ക്ലൈമറ്റ് എൻജോയ് ചെയ്ത് ഇങ്ങനെ നീങ്ങുവാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രഞ്ച് കാരത്തിയുണ്ട്, പുറയിലുണ്ട്. അവിടെ പരിപാടി എപ്പോഴും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈക്കിങ്ങിന് പോവുക. എൻജോയ്മെൻറ്റ്. ഫിലിപ്പീനോസാണ് ഇതിൻ്റെ മെയിൻ. ഇമാരെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് നടക്കും. കയാക്കിങ് ആയിക്കോട്ടെ, ഹൈക്കിങ് ആയിക്കോട്ടെ, സൈക്ലിങ് ആയിക്കോട്ടെ, ഇമാരെല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞങ്ങളുടെ കൂട്ടിലുള്ള ജോജോ, അവന് ആണ് ഈ ഹൈക്കിങ്ങിൻ്റെ ലീഡർ. ഇവനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ നമ്മുടെ കോച്ച് പറയുന്നത് ബേബി സ്റ്റെപ്സ് വെച്ച് വരാനാണ്. ജോജോ, ഹൗ ലോങ് യു ഹാവ് ബീൻ ഹൈക്കിംഗ്? Dubai, UAE, I started 2013. 2013 here? Yeah. So before you were doing this, or you came to Dubai? And in Philippines, I'm doing the hike. Okay. So here as well with a small group of friends. Have many mountains there, no? Not that high? Oh, I see. 3,000 meters. Yeah. 5,000. Even we have 18,000, I think, Ladakh. Hills. Yeah. It can be like 3,000 to 5,000. Yeah. ഇപ്പോൾ ഇച്ചിരി നമ്മൾ ടയർഡായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഓൾമോസ്റ്റ് 500 മീറ്റർ നമ്മൾ മേളിൽ വന്നു. ഇറ്റ്സ് എ ഗുഡ് എക്സസൈസ്. This part is really good, no? Yeah, because of the clouds and all, it drains out. I'm talking about this level. This level here. Okay. Rain is coming, water is coming. Water is coming. Yeah. That's why it's called Wadi. Wadi is like dry river. Yeah. Okay. Then drink water, guys. Yeah. Yes. So just say hi. Hi. എങ്ങനെയുണ്ട്? ആണോ? ഇതിലുള്ള എക്സ്പീരിയൻസ് എന്തുവാ? വെരി ഗുഡ്. ഈ ആംബിയൻസ് ഇസ് വെരി ഗുഡ്. ദ എൻവയൺമെൻറ്റ് ആൻഡ് ദ മൗണ്ടൻസ് ആൻഡ് ദ സൺലൈറ്റ്, ദ റൈസിങ് സൺ ഇസ് ബ്യൂട്ടിഫുൾ. സോ ഇതാണ് ഗ്ലാമ്പിങ് ചെയ്യുന്ന സ്ഥലം. അവിടെ ഉണ്ട്. ഓരോരുത്തർ വരുന്നുണ്ടല്ലേ, അണച്ച് പറിച്ച് വരുന്നുണ്ട്. Jojo, what's this? This is a summer tree. We call it Arabic name. Arabic, so strong. We call it strong. So yeah. So all year round, this is very, very, very strong. See, you cannot
you cannot snap it easily. Yeah. Okay, this is more than 10 years in here. Ah. So yeah. It's, Yeah. every part of this tree is used in medicine. Yeah, some people use it for medicine. Have you seen some trees somewhere in the mountains here? No. Yeah, Arabian honey. Yeah, they have this. Some source of the peace is from here. When winter comes, there's little white flowers. So bees are coming in. Yeah, To take the honey. yeah, they do have. So there is small flowers. Yeah, during Winter. Ah, okay. Mountain honey is supposed to be more. It's hard, right? Yeah, but here in this area it's very less. അപ്പോൾ നമ്മൾ കയറി നമ്മൾ പിന്നെ കുറച്ചിറങ്ങി ഇങ്ങനെ തിരിച്ച് ഇനി നമ്മൾ 1 മണിക്കൂറൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാറ് കിടക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഒരു 45 മിനിറ്റ്സ് കൂടി ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ചെല്ലാൻ പറ്റും. പാർക്കിംഗ്. ഇവിടെ ഞങ്ങളൊരു ക്യാമ്പിംഗ് സ്ഥലം കണ്ടിട്ടുണ്ട്. നമ്മൾ സൗക്കയിൽ വരുവാണെങ്കിൽ ഈ ഏരിയ ഒരു ക്യാമ്പിംഗ് സ്ഥലമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ വണ്ടി വരെ കൊണ്ടുവരാൻ പറ്റും. ഒരു കാറുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയ ഒരു പൊസിഷൻ കാണിക്കാം. ഇവിടെ 333 മീറ്റർ ഹൈറ്റാണ് ഇവിടെ. ഇനിയും നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് താഴോട്ട്. നമുക്ക് അവിടെ റോഡ് കാണാം. അവിടെ വേണമെങ്കിൽ അതുവഴി വേണമെങ്കിൽ നമുക്ക് വണ്ടിയുമായിട്ടും വരാം. അവിടെ ഒരു കാർ കിടപ്പുണ്ട്. ഈ അറേബ്യൻ ഫോക്സ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ കേവാണ് അതിന് കിടക്കാൻ വേണ്ടിയിട്ട്. ഉണ്ട് അവിടെ എല്ലാം മൗണ്ടനിലെല്ലാം ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. കണ്ടോ, എല്ലാം കേവ്സാണ്. ഫോക്സ് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്ന കേവ്സാണ്. മേളിലെല്ലാം ഉണ്ട്. കണ്ടോ, നിറഞ്ഞു കിടക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിലെല്ലാം ശരിക്കും ഫോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോക്സ് വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഉണ്ടോ, ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ലാസ്റ്റിൽ ആ താഴെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കാണാം. ഏകദേശം അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു ഫാം ഏരിയ കാണുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലത്തായി. താഴോട്ട് സ്റ്റീപ്പ് കണ്ടോ, ഭയങ്കരം കുഴിയാണ്. വീണ അന്നേരം തീർന്നു പോകും. സോ ഇതാണ് ഷൗക്ക ഡാം. റെയിനി സീസൺ ടൈമിൽ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമാകും. ഈ ഫുള്ള് നിറയുമെന്നാണ് നമ്മുടെ ട്രെയിനർ പറയുന്നത്. സോ നമുക്ക് വെള്ളം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ഷൗക്ക ഡാം. ഷൗക്ക ഡാമിനെ കാണിച്ചു തരാൻ നമുക്ക് ഉണ്ടോ. സ്റ്റേഴ്സ് മേളിലോട്ട് പോകുന്ന സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് മേളിലോട്ട് വേണേൽ പോകാം. Trail, so beginner one. This is the loop that we took. This is an 8-kilometer loop. So this is the parking. And then we've done here. We first stop here, the second one. And then this is where we started going down. Then we stop here. This is the wadi, the campsite area that we've discussed here. Then here. Going here. And then we're here. Yeah, from here going to the parking like 500 meters. Okay. Done. Thank you, Jojo. You're welcome. So we did the moderate one. Moderate. ഓക്കെ. ഇന്ന് ഫിനിഷ് ചെയ്തത് 8K ആണ്. 8 കിലോമീറ്റേഴ്സാണ് നമ്മൾ ടോട്ടൽ ഫിനിഷ് ചെയ്തത്. ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്ന ഒരു ട്രെയിലാണ്. നമുക്കൊരു വളരെ ഈസി ട്രെയിൽ അല്ലായിരുന്നു, പക്ഷേ ഒരു അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രെയിൽ തന്നെയായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഒരു 450 to 500 മീറ്റേഴ്സ് നമ്മളിന്ന് കയറിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ഫിനിഷ് ചെയ്തു. എന്തായാലും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. ബിക്കോസ് ഇത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനെ ചെയ്തവർക്ക് അറിയാം, അതിൻ്റെ ഗുണം അറിയാം. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ഗൈഡിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ട്രെയിനറിനെയോ ഒരു ഗൈഡിനെയോ വല്ലോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അവർ നമ്മുടെ കൂടെ വരും. പക്ഷേ അവർ എന്തെങ്കിലും ചാർജ് ചെയ്യും, അത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു.
അപ്പം എവറി വൺ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.